എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. പുതിയ വർഷമാണ്, പുതിയ തുടക്കമാണ്. എല്ലാവർക്കും പുതിയ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസും ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ ആരോഗ്യത്തിനെക്കുറിച്ചുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. നിങ്ങൾ ആരോഗ്യത്തിനെക്കുറിച്ച് കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വർഷമായതുകൊണ്ട് നിങ്ങൾക്കും പലതരത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനാണെന്നുണ്ടെങ്കിലും പുതിയ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പല ആൾക്കാർക്കും പല തരത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിരിക്കും. ഇതിന് മുമ്പത്തെ വർഷങ്ങളിലെല്ലാം ചില റെസൊല്യൂഷൻസ് നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ മറ്റു ചിലത് ഇപ്പോഴും നടപ്പിലാക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനാണെന്നുണ്ടെങ്കിലും എന്ത് തരത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആണെങ്കിലും എങ്ങനെ അത് നടപ്പിലാക്കാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ എന്തൊരു പുതിയ കാര്യം തുടങ്ങാനാണെന്നുണ്ടെങ്കിലും പുതിയൊരു ശീലം തുടങ്ങാനാണെന്നുണ്ടെങ്കിലും പഴയ ചീത്ത ശീലങ്ങൾ നിർത്താനാണെന്നുണ്ടെങ്കിലും ഒരു ദിവസത്തേക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കും. കാരണം നമുക്കത് അന്ന് തന്നെ തുടങ്ങാൻ അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വേണം, ഒന്നിക്കൽ ബർത്ത്ഡേ അല്ലെങ്കിൽ ന്യൂ ഇയർ. അതുകൊണ്ടാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഇത്രയും ഫേമസ് ആവുന്നതും പോപ്പുലർ ആവുന്നതും. ഞാൻ എടുത്തിട്ടുള്ള പല റെസൊല്യൂഷൻസും നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട്, ചിലതെല്ലാം ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴല്ല പിന്നീടത്തേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്മാരുടെ ഒരു നോർമൽ സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. പ്രൊക്രാസ്റ്റിനേഷൻ രണ്ട് രീതിയിലാണുള്ളത്. ആദ്യത്തെ തരത്തിലുള്ള പ്രൊക്രാസ്റ്റിനേഷന് ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളൊരു അസൈൻമെൻറ്റ് ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു, ഒരു പ്രസൻറ്റ് ചെയ്യണം. ഇതിനെല്ലാം ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും, ഒരു കൃത്യമായിട്ടുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഡെഡ് ലൈനുള്ള കാര്യങ്ങൾ അധികം ആൾക്കാരും ചെയ്ത് തീർക്കാറുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും അത്തരത്തിലുള്ള ടാസ്കുകൾ തീർക്കാറുണ്ട്. അതിപ്പോൾ അടുത്ത മാസത്തേക്കുള്ള ഒരു അസൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആദ്യത്തെ 28 ദിവസം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവസാനത്തെ 2 ദിവസം എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ആ പ്രോജക്റ്റ് തീർക്കാറുണ്ട്, ആ അസൈൻമെൻറ്റ് എഴുതി തീർക്കാറുണ്ട്, ആ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഡെഡ് ലൈനോ ടൈം ലിമിറ്റോ ഒന്നും ഉണ്ടാകാറില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള പ്രൊക്രാസ്റ്റിനേഷൻ. അതായത് ഡെഡ് ലൈനോ ടൈം ലിമിറ്റോ ഒന്നുമില്ല. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു സ്കില്ല് പഠിക്കാൻ, ഒരു പുതിയ ശീലം തുടങ്ങാൻ ഇതിനൊന്നും ഡെഡ് ലൈൻ ഇല്ല. ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അധികം ആൾക്കാരും ന്യൂ ഇയറിൻ്റെ ദിവസം മുതൽ ഇനി നടക്കാൻ പോവും, ജിമ്മിൽ ചേരും, ബാഡ്മിൻ്റൺ കളിക്കാൻ പോവും, സ്വിമ്മിങ് ക്ലാസ്സസിന് ചേരാൻ പോകുന്നതും ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കറിയാം ഇതിനൊന്നും ഡെഡ് ലൈൻ ഇല്ല. ഇത് എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം, ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലം നീണ്ടു പോകാനും ചിലപ്പം തീരെ തുടങ്ങാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിലോ മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അധികം ആൾക്കാരും ഇതേപോലത്തെ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ജനുവരി 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും, നട്ട്സ് കഴിക്കും, വെജിറ്റബിൾ സാലഡ്സ് കഴിക്കും, ബേക്കറി ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും, എണ്ണക്കടികളും പലഹാരങ്ങളും വാങ്ങിക്കില്ല. ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കാനാണ് അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ഇത് ജനുവരി 1-ന് തന്നെ തുടങ്ങുന്നവരും കുറേ പേരുണ്ട്. എല്ലാവരും ഒരുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ തുടങ്ങാത്തവർക്ക് അറിയാം ഇത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. ജനുവരി 1 എന്നുള്ളത് ഫെബ്രുവരി 1-ലേക്ക് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളടുത്ത് ആരും ചോദിക്കാനും പറയാനൊന്നും വരാൻ പോകുന്നില്ല. ഇത് ചെയ്താൽ ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്കാണ്. പക്ഷേ ആ ഗുണങ്ങൾ ഇപ്പോൾ വേണ്ട, അത് അടുത്ത വർഷത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് മാറ്റാം. ഇങ്ങനെയാണ് അധികം ആൾക്കാരും ചിന്തിക്കുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അധിക ജീവിതശൈലി രോഗങ്ങളും ഇതുപോലെ തന്നെയാണ്. തുടങ്ങുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും അനുഭവപ്പെടാൻ പോകുന്നില്ല. അത് ഹൈ ബ്ലഡ് പ്രഷർ ആണെന്നുണ്ടെങ്കിലും, പ്രമേഹമാണെന്നുണ്ടെങ്കിലും, ക്യാൻസർ ആണെന്നുണ്ടെങ്കിലും, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെങ്കിലും, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെങ്കിലും, ഫാറ്റി ലിവർ ഡിസീസ് ആണെങ്കിലും ഇതിൻ്റെ ഒന്നും ലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്നില്ല. ഒരിക്കൽ ടെസ്റ്റ് ചെയ്ത് ഇത് കൂടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവുന്നുള്ള രീതിയിലാണ് അധികം ആൾക്കാരും ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. മറ്റു ചിലർ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ എൻ്റെ ഫ്രണ്ട്സിന് വന്നിട്ടുണ്ടാവാം, കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് വന്നിട്ടുണ്ടാവാം, പക്ഷേ എനിക്ക് വരില്ല. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഷുഗർ കൂടി നിൽക്കുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാബിൻ്റെ ടെസ്റ്റിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ തലേ ദിവസം കഴിച്ച ഐസ്ക്രീമിൻ്റെ പ്രശ്നമായിരിക്കാം. BP കൂടി നിന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലുള്ള പ്രശ്നം കാരണമാണ്, ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻ കാരണമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്ക്യൂസസ് ആണ് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കണ്ടുപിടിക്കുന്നത്. അധികം ആൾക്കാരും വിചാരിക്കുന്നത് അവർ ഹെൽത്തിയാണ്, മറ്റ് പല ആൾക്കാർക്കും വരുന്ന പോലത്തെ അസുഖങ്ങളൊന്നും എനിക്ക് വരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുന്നതും. ആ രീതിയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രൊക്രാസ്റ്റിനേഷൻ ബീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യല്ല വേണ്ടത്. ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് തുടങ്ങുക. നിങ്ങൾ ചിലപ്പം ഈ വീഡിയോ കാണുന്നത് മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഡിസംബറിലായിരിക്കാം. അപ്പോൾ അടുത്ത ജനുവരി 1-ാം തീയതിയിലേക്ക് വേണ്ടി മാറ്റി വെക്കരുത്, അല്ലെങ്കിൽ ബർത്ത്ഡേൻ്റെ ദിവസമാവാൻ വേണ്ടി മാറ്റി വെക്കരുത്. നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അല്ല വേണ്ടത്, റെസൊല്യൂഷൻസ് ആണ്.
അത് നടപ്പിലാക്കാനുള്ള മൈൻഡ് സെറ്റാണ്. എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആദ്യത്തെ പ്രാവശ്യം തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ അധികം ആൾക്കാർക്കും കഴിയുന്നതാണ്. അത് എക്സസൈസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഭക്ഷണശൈലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിച്ച എന്ത് തരത്തിലുള്ള ശീലം തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവാറ്. ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തരത്തിലുള്ള റെസൊല്യൂഷൻസ് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ആദ്യത്തെ തരത്തിലുള്ള പ്രൊക്രാസ്റ്റിനേഷനിൽ നമ്മളൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഡെഡ് ലൈന് ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ്, നമ്മൾ ആരോടെങ്കിലും ഉത്തരം പറയേണ്ടി വരും. അതേപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് പ്രൊക്രാസ്റ്റിനേഷനിലും നിങ്ങൾ കുറച്ചും കൂടിയും റെസ്പോൺസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളെയും കൂടിയും നിങ്ങളുടെ റെസൊല്യൂഷനിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസൊല്യൂഷൻസ് നടപ്പിലാക്കാൻ കുറച്ചും കൂടി എളുപ്പം സാധിക്കും. മറ്റൊരാളെയും കൂടി ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പാർട്ട്ണർ ആവാം, പാരൻസ് ആവാം, കുട്ടികളാവാം, കൂടെ വർക്ക് ചെയ്യുന്നവരാവാം, ഫ്രണ്ട്സ് ആവാം. നിങ്ങൾ ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻസ് എഴുതി വെക്കുക, അടിയിൽ സൈൻ ചെയ്യുക. സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. അത് മറ്റൊരാളുടെ മുമ്പിൽ നിന്ന് ചെയ്യുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലൊരു പോസ്റ്റ് ഇടാം. ഡെഡ് ലൈൻ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ തന്നെ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരൊക്കെയാണോ ഈ റെസൊല്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവരെ നിങ്ങളടുത്ത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരും. അങ്ങനെയും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി റെസൊല്യൂഷൻസ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വലിയ വലിയ ചേഞ്ചസ് അല്ല നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റുട്ടീൻ ഉണ്ടാവും. അതിൽ നിന്നും ചെറിയ മാറ്റങ്ങളാണ് അധികം ആൾക്കാർക്കും ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ 7 മണിക്കും 8 മണിക്കും ഒക്കെ എണീക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ദിവസം മുതൽ 5 മണിക്ക് എണീക്കുന്നുള്ള റെസൊല്യൂഷൻ ഉണ്ടാക്കരുത്. അതിന് പകരം അരമണിക്കൂർ മുമ്പേ എണീക്കുക എന്നുള്ള രീതിയിൽ റെസൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പം 7 മണിക്ക് എണീക്കുന്ന ഒരാൾക്ക് 6:30 എണീക്കാം, 8 മണിക്ക് എണീക്കുന്ന ഒരാൾക്ക് 7:30 എണീക്കാം. ചെറിയ മാറ്റങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ എക്സസൈസ് ഒന്നും ചെയ്ത് തുടങ്ങാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ ജിമ്മിൽ പോയി 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നുള്ള രീതിയിലല്ല നിങ്ങൾ റെസൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. അതിന് പകരം 5 മിനിറ്റ് അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചയിൽ ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോവും, എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ പോയി കുറച്ച് നേരം സമയം ചിലവാക്കും, എന്നിട്ട് തിരിച്ചു വരും. നിങ്ങൾക്ക് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ റെസൊല്യൂഷൻസ് ഡിസൈൻ ചെയ്യാൻ. നിങ്ങൾ അത്തരത്തിലുള്ള ശീലങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതൊരു ഓട്ടോമാറ്റിക് ഹാബിറ്റാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസും പറയുന്നത് വെറും 66 ദിവസം മതി എന്നാണ്. 66 ദിവസം എന്ന് പറഞ്ഞാൽ 2 മാസം. എന്തൊരു തരത്തിലുള്ള ആക്ഷൻ എടുക്കാനാണ് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യാനാണ് അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ട്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ അധികം ആൾക്കാർക്കും എളുപ്പമാണ്. ഇത്തരത്തിലുള്ള പുതിയ ഹാബിറ്റ്സ് നിലനിർത്തി കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 4 വഴികളെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചേഞ്ചസ് അതിൽ കൊണ്ടുവരാം. ചെറിയ രീതിയിൽ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് അതിലും കൊണ്ടുവരാം. 5 മിനിറ്റ് എക്സസൈസ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കാം, 15 മിനിറ്റ് ആക്കാം, 20 ആക്കാം. ഇൻക്രിമെൻ്റൽ ആയിട്ട് 1% ചേഞ്ചസ് മതി എന്നാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻസിലൊക്കെ നടപ്പിലാക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി ഹെൽത്തി ഫുഡ് എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്, എക്സസൈസ് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, കൃത്യമായും സയൻറ്റിഫിക് ആയിട്ടും എക്സസൈസ് എങ്ങനെയാണ് നിലനിർത്തി കൊണ്ടുപോകേണ്ടത്, എത്രയാണ് മിനിമം എക്സസൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് കഴിക്കാം, പ്രോട്ടീൻ പൗഡർ കഴിക്കണോ, ക്രിയാറ്റിൻ കഴിക്കണോ, ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് ആണോ അതോ മൾട്ടി വൈറ്റമിൻസ് ആണോ കഴിക്കേണ്ടത്, ഇത്തരത്തിലുള്ള എല്ലാ ടോപ്പിക്സിനെ കുറിച്ചും ഞാൻ അനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എന്തൊരു നല്ല ശീലം തുടങ്ങാനാണെന്നുണ്ടെങ്കിലും പഴയ ചീത്ത ശീലങ്ങൾ നിർത്താനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്, കൃത്യമായിട്ടുള്ള റെസൊല്യൂഷൻസ് എടുക്കാനുള്ള കഴിവും ആ ഒരു ടാസ്ക് തുടങ്ങാനുള്ള മൈൻഡ് സെറ്റാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. ചാനൽ മെമ്പർഷിപ്പ് ഞാൻ കഴിഞ്ഞ വർഷം തുടങ്ങിയതായിരുന്നു. ചാനൽ മെമ്പേഴ്സിന് എക്സ്ട്രാ വീഡിയോസ് ഉണ്ടാവും. എല്ലാ മാസവും ഞാനായിട്ടുള്ള ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. ചാനൽ മെമ്പർഷിപ്പിൽ തന്നെ പേഴ്സണലൈസ്ഡ് കോച്ചിങ്ങും ഇനി ഈ വർഷം മുതൽ ഞാൻ തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്, അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് കുറേ പേര് കാണാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ റെസൊല്യൂഷൻ നടപ്പിലാക്കാനും സാധിക്കും. ഒരിക്കൽ കൂടി ഈ ചാനലിലെ എല്ലാ മെമ്പേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ പുതുവത്സര ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.